ആർക്കും എന്താ സംഭവിച്ചതെന്നറിയില്ല, എത്ര പേരുണ്ടെന്നറിയില്ല. പലരും ഫോൺ ചെയ്തു, എത്ര പേരുണ്ട്, ആരൊക്കെയാണ് മരിച്ചത്, എങ്ങോട്ടാണ് പോയത്, ആരൊക്കെയാണ് പോയത്, ആർക്കും ഒരു ഐഡിയ ഇല്ല. ഏകദേശം ഒരു രാത്രി 10 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് ഇത്ര പേരുണ്ടായിരുന്നു, ഇത്ര പേര് മരിച്ചു എന്നുള്ളതൊക്കെ ഏകദേശം ഒരു വ്യക്തത നമ്മുടെ ഇടയിലൊക്കെ വരുന്നത്. തീർച്ചയായും ഇതൊക്കെ നമ്മളെ വളരെയധികം സങ്കടപ്പെടുത്തി. ഞാൻ പൊള്ളാച്ചിയിലൊക്കെ പോയപ്പോൾ നമുക്ക് ചെറിയൊരു ആശ്വാസം വന്നതെന്ന് വെച്ചാൽ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ നമ്മളെ ഇടപെടലാണ്. പിന്നെ നമ്മളിവിടുന്ന് പൊള്ളാച്ചിയിൽ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് 9 പേര് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ മിക്കവാറും പിന്നെ ഒരു വൈകുന്നേരം, പിറ്റേ ദിവസം വൈകുന്നേരമെങ്കിലും ആവുന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ പോണത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞങ്ങളവിടെ എത്തുമ്പോൾ ഒരു 12:45, ഒരു 1:30 ബോഡികളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് എടുത്തു വെച്ചു. ഒരു 4 മണിയോടുകൂടി മൊത്തം നമ്മുടെ എല്ലാവരുടെയും ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റെഡിയാക്കി നമ്മൾ കുളിപ്പിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഒരു മദ്രസ. ആ മദ്രസയിൽ എല്ലാവരുടെയും ബോഡി ഒരു ആംബുലൻസിൽ, അതായത് ഓരോ മയ്യത്തിനും ഓരോ ആംബുലൻസ് തമിഴ്നാട് സർക്കാർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൊണ്ടുപോയി ആ മദ്രസയിലെത്തി എല്ലാവരെയും കുളിപ്പിച്ച് ഒരു 6 മണിയോടുകൂടിയാണ് അവിടുന്ന് തിരിച്ചത്. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മുടെയൊക്കെ എല്ലാവരും, എല്ലാ നാട്ടുകാരും, നമ്മുടെ അവിടെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ അവിടെയുള്ള 9 ആംബുലൻസുകൾ നമ്മുടെ ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ തന്നെ അവിടെ മൊത്തം നമ്മുടെ ആംബുലൻസുകളുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എത്രയോ ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ ആളുകൾ അങ്ങോട്ട് എത്തിയിരുന്നു. പക്ഷേ അവിടെ ഗവൺമെൻറ് നമ്മുടെ ആളുകളൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, മുകളിൽ നിന്നുള്ള ഒരു ഓർഡറാണ്, അവിടുത്തെ ആംബുലൻസ് തന്നെ ഇങ്ങോട്ട് എത്തിക്കണം, അത് വീട്ടിലേക്ക് കൊണ്ട് ചെന്നാക്കണം അത് എത്തിക്കണം എന്നുള്ള ഒരു ഉത്തരവുണ്ട് മുകളിൽ നിന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെയുള്ള ഒരു ആംബുലൻസിൽ, അവിടെയുള്ള ICU ഒക്കെ ഉള്ള ആംബുലൻസ് ഉണ്ട്, അതിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തീരുമാനം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആംബുലൻസ് ഇങ്ങോട്ട് തിരിച്ചു പോരേണ്ടി വന്നത്. തീർച്ചയായും അവിടെ നല്ലൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ മയ്യത്തുകളൊക്കെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കാനും, നമുക്ക് യഥാസമയം, നമുക്കറിയാലോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ അവർക്ക് എന്തൊക്കെയായിരിക്കും ആ ബോഡീൻ്റെ അവസ്ഥ, ഞാൻ പറയാത്തതന്നെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറഞ്ഞൊരു രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കുകയല്ല. അങ്ങനെയുള്ളൊരു ക്രിട്ടിക്കൽ ഒരു സമയത്ത് അതിൽ ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് തീർത്ത്, അതിൻ്റെ പുറമെ അവിടെ എന്തൊക്കെയോ അവരെ മയത്തിൻ്റെ മേലുള്ള ഓർണമെൻറ്റ്സ് അതാത് പിന്നെ ബന്ധുക്കൾക്ക് കൊടുക്കാനും എല്ലാത്തിനും ഒക്കെ അതാത് സമയത്ത് എല്ലാതും നടത്തിക്കൊണ്ട് ആ കൃത്യസമയത്തെല്ലാം ചെയ്യാൻ സാധിച്ചു എന്നതിൽ നമുക്ക് ആ സമയത്ത് ഒരു ആശ്വാസം തോന്നിയൊരു സംഗതിയാണ്. കാരണം ഇത്രയും ആക്സിഡൻറ്റ് സംഭവിച്ച് ഇത്രയും ഇതായ ഒരു ബോഡിനെ എത്രയും പെട്ടെന്ന് കിട്ടി നമുക്ക് മറവ് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഇത് എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും ഇതിന് നമ്മുടെ നാട്ടുകാരെല്ലാവരും, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ദുഃഖത്തിൽ പങ്കുചേർന്നു. നമ്മളെല്ലാവരും, നമ്മളെ വീട്ടിൽ സംഭവിച്ച അതുപോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയത്. നമ്മളെ നാട്ടിൽ ഓരോരുത്തരും, നമുക്കറിയാം അമ്പലപ്പറമ്പ് സ്കൂളിലൊക്കെ എത്രയോ ആളുകൾ വന്നിട്ട് നമുക്ക് തിരിച്ചയക്കേണ്ട ഒരു സാഹചര്യം വരെ വന്നു. അതൊക്കെ നമ്മളെ ഒരു എന്താ പറയുക, നാട്ടുകാർക്ക് സംഭവിച്ച, നമ്മളോരോ വീട്ടിൽ സംഭവിച്ച പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇപ്പം ഇവിടെ കൂടിയത് തന്നെ. നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മളെ കുട്ടികൾക്കും. നമ്മളെ ചെറിയ കുട്ടികൾ അവിടെ വന്നു, അവരെ ടീച്ചേഴ്സിനെ കണ്ടു, അവരെ കൂടെയുള്ള കുട്ടികൾ, അവിടെ പഠിച്ച കുട്ടീനെ കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഇവരോടൊക്കെ സൂചിപ്പിക്കും, നമുക്ക് അവർക്കൊരു കൗൺസിലിംഗ് കൊടുക്കണം. പലരും പറയുന്നത് കേട്ടു, കുട്ടികൾ പെട്ടെന്ന് ഉറക്കത്തിൽ എണീറ്റ് ടീച്ചറെ പേര് പറയുന്നു, അങ്ങനെയുള്ള വിവരങ്ങൾ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. അതുപോലെ തന്നെ സ്കൂൾ തുറക്കുമ്പോഴേക്ക് നമുക്ക് അവർക്ക് നല്ല അധ്യാപകരെ നമ്മൾ സ്കൂളിൽ എത്തിക്കുക. നമ്മൾ ഈ സ്കൂളിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ ഒരു മാറ്റി നല്ലൊരു സന്തോഷത്തോടു കൂടി അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആവശ്യങ്ങൾ വേണമെങ്കിൽ ഫോൺ ചെയ്യാനോ അതല്ലെങ്കിൽ ഇടപെടാനോ എന്ത് വേണമെങ്കിലും നമ്മളൊക്കെ തയ്യാറാണെന്നും കൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ 13 പേരാണ് ആ വണ്ടിയിലുണ്ടായിരുന്നത്. ബാക്കി 4 പേരും, 2 കുട്ടികളും 2 ഡ്രൈവറും ഇപ്പോഴും അവിടെ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അവരെ എത്രയും പെട്ടെന്ന്, നമുക്കറിയാം ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പല പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുണ്ടാവും.
അപ്പോൾ അവരും തന്നെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് നമ്മളെ ഇടയിലേക്ക് കുട്ടികളൊക്കെ തിരിച്ചു വരട്ടെ, അവരൊക്കെ തിരിച്ചു വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും കൂടി പറഞ്ഞുകൊണ്ട് ഈ അനുശോചന യോഗത്തിൽ നമുക്കറിയാം അവരുടെ കുടുംബങ്ങളൊക്കെ മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ വീട്ടിലെയും പോയപ്പോൾ കണ്ടതാണ്. അവർക്കത് സഹിക്കാനും താങ്ങാനുള്ള ശക്തി ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.